അപർണ വിവേക്. ഞാൻ ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. സഖാവ് മിനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതെന്റെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പൊ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോല്ല, അതായത് കുറെ അധികം വയലൻസും കാര്യങ്ങളും അത് നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോയില് നമുക്കൊരു ഫീൽ ഗുഡ് മൂവി, അത് ഫാമിലിന്റെ വാല്യൂ ആണെങ്കിലും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന, എന്നാൽ അതൊരു സീരിയസ് ആയിട്ടല്ല, ഒരു കോമഡി സീക്വൻസിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ അധികം സ്റ്റാർസ് ഉണ്ട്. രഞ്ജി സാറ്, മഞ്ജു പത്രോസ്, നെൽസൺ ചേട്ടൻ, നോബി ചേട്ടൻ, ഐസ്ട്രോ സുരേഷ്, അങ്ങനെ ഒരു വൻ നിര എന്താ പറയുക കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്. സോ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊരു വൺ ടൈം എന്നല്ല, ഡെഫിനറ്റ്ലി ഒരു എന്റർടൈനർ ആണ്. നമുക്ക് വന്നത് കാണാം, ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു വയലൻസ് അല്ലെങ്കിൽ ഡബിൾ മീനിങ്, അങ്ങനെ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ഫാമിലി ആയിട്ട് വന്ന് വാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമേനെ വിജയിപ്പിക്കണം. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, അത് ഗോപു കിരൺ ആൻഡ് അശ്വിൻ കിരൺ. അവരും ഇതിൽ ക്യാരക്ടർ ചെയ്ത ഗോപു ആണ് ഇതിൽ ഹീറോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ചേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ്. ആൻഡ് ആഷൻ ആസ് വെൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സോ അഗൈൻ എൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് അഗൈൻ വിഷസ് ഇതൊരു നല്ല സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. രാഷ്ട്രീയവും അതുപോലെ തന്നെ ഹാസ്യവും സമ്പൂർണമായിട്ട് കലർത്തിയ ഒരു ജീവിത ചിത്രം പറയുന്ന ഒരു കഥയാണ് ശരിക്കും ഇതിനകത്തുള്ളത്. ഞാനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പുരാവസ്തു ഗവേഷകന്റെ റോളിലാണ് ഇതിനകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഏതാ പടം മൊത്തത്തിൽ വളരെ മനോഹരമായ പടം. ധാരാളം പേര് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇത് തീർന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗുമുഖക്കിരനും അതുപോലെ രഞ്ജി പണിക്കർ സാറും എല്ലാം മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രമാണ്. എല്ലാവരും ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഫാമിലി എന്റർടൈനറാണ്. ഇപ്പം എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഒരു അടിയിടി അങ്ങനെയൊന്നുമില്ല. എല്ലാം കുടുംബങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകർ കാണേണ്ട ഒരു പടമാണ്. മ്യൂസിക് റോണി റാഫേൽ, ഡയറക്ഷൻ ആണെങ്കിലും ഗോപു കിരൺ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളെ ഈ ചെറിയൊരു തുടക്കത്തെ കുട്ടികൾക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റിയ പടമാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബ്ലഡ് ഷീറ്റ് വല്ല സംഭവങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ട് എല്ലാവരും പോയി കാണാം. നമ്മളെ ഇപ്പുറത്തെ വളർന്നു വരുന്ന കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ കൂടുതലാണ്. വയലൻസ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ അത് എങ്ങനെ വിലയിരുത്തുന്നതാണ് കാര്യം. ഈ വയലൻസ് പണ്ടും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയണ്ട. പക്ഷെ അത് നമ്മളെ ഉള്ളിലേക്ക് എടുക്കരുതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പടം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ടറുടെ ഇൻട്രസ്റ്റ് ആണ്. അവരാണല്ലോ കഥ എഴുതുന്നത്. അപ്പം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ അതെങ്ങനെ സ്വീകരിക്കുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഒരു പഠനമായിട്ട് ഇതെല്ലായിടത്തും പറയേണ്ട ഒരു സിനിമയാണ്. അതൊരിക്കലും ജീവിതത്തിലേക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു പഠനം ആവശ്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്.